ഡോക്ടർ സി വേണുഗോപാൽ, ABC-യിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇതൊരു ക്രിസ്മസ് സമയമാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ഈ ക്രിസ്മസ് നിരോധിച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ പക്ഷേ പലർക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ ക്രിസ്തുമതം അല്ലാത്തവർ പോലും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു കാലമാണ്. ആ ഒരു സമയത്താണ് ഈ ക്രിസ്മസ് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കേൾക്കുന്നത്. അത് എത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമാണ്? സാർ പറഞ്ഞത് ശരിയാണ്. അത് ഈ ക്രിസ്മസ് നിരോധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ തന്നെയാണ്. നമ്മുടെ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെയൊക്കെ ഒരു പിള്ളത്തൊട്ടിൽ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൽ തന്നെയാണ് നിരോധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പാർലമെൻ്റ് ആയിരുന്നു. അതായത് ഒളിവർ ക്രോംവെൽ കേട്ടുകാണല്ലോ. 17-ാം നൂറ്റാണ്ടിലെ വളരെ പ്രശസ്തനായ ഒരു ഭരണാധികാരിയായിരുന്നു ഒളിവർ ക്രോംവെൽ. ലോർഡ് പ്രൊട്ടക്ടർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു ഇംഗ്ലീഷ് രാജാവിനെതിരായിട്ട് കലാപം നയിക്കുന്നതും ചാൾസ് ഒന്നാമനെ ശിരച്ഛേദം ചെയ്യുന്നതും വധിക്കുന്നതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. അപ്പോൾ അവർ വളരെ ഈ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽ എക്സ്ട്രീം അങ്ങേയറ്റത്തുള്ളൊരു തീവ്രമായ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗമായിരുന്നു. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ ബൈബിളിൽ ഡിസംബർ 25 ക്രിസ്മസ് യേശു ജനിച്ചത് എന്നുള്ളതിന് തെളിവില്ല എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രിസ്മസ് ബാൻ ചെയ്യുന്നത്. അതുമാത്രമല്ല, ക്രിസ്മസിനോട് ബന്ധപ്പെട്ടുള്ള മറ്റ് പാർട്ടികളും അല്ലെങ്കിൽ ഒരുപക്ഷെ പലയിടത്തും ആ സമയത്തൊക്കെ അമിതമായ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം പൊതുവായ സ്ഥലങ്ങളിൽ. അതൊക്കെ അവരെ ചൊടിപ്പിച്ചിരിക്കും. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവർ ഈ ക്രിസ്മസ് നിരോധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1643 നിരോധിക്കുന്നു. ഏതാണ്ട് 17 വർഷത്തോളം. പിന്നെ 1960-ലാണത് വീണ്ടും പുനഃസ്ഥാപിക്കുന്നത്. കാരണം പുനഃസ്ഥാപിക്കാതെ നിവൃത്തിയില്ല. കാരണം അത്രമാത്രം ജനങ്ങളുടെ ഒരു സമ്മർദ്ദം ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഈ ഒളിവർ ക്രോംവെലിന് നേരിടേണ്ടി വന്നു. അദ്ദേഹം പോയതിനു ശേഷം വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി ക്രിസ്മസ് തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ വളരെ ആഘോഷപൂർവ്വം ക്രിസ്മസ് കൊണ്ടാടുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ലണ്ടൻ നഗരവും പരിസരവും എല്ലാം നമുക്കറിയാം. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിലും ഈ പറയുന്ന വിഭാഗത്തിലുള്ളൊരു ചെറിയ സമയത്തേക്ക് 20 വർഷം 22 വർഷത്തേക്ക് ക്രിസ്മസ് നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം അതിജീവിച്ചുകൊണ്ട് ക്രിസ്മസ് വീണ്ടും തിരിച്ചു വരികയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ അല്ലാത്തവരും വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന. അത് നമുക്ക് ഉത്സവങ്ങളില്ലാതെ നമുക്ക് മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയും. കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്, നരൻ ഉത്സവപ്രിയനാണ്. അതായത് ഇടയ്ക്കിടയ്ക്കുള്ള ഉത്സവങ്ങൾ നമുക്ക് ആവശ്യമാണ്. മനുഷ്യൻ്റെ ഒരു ഒരു സാനിറ്റി കീപ്പ് ചെയ്യുന്നതിനാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ. അത് ആ സമയത്താണ് നമ്മൾ പരസ്പരം ഇടകലരുന്നതും നമ്മുടെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളുമായിട്ടൊക്കെ നമ്മൾ സഹവസിക്കുന്നതും കൂടുതലായിട്ട് ബന്ധപ്പെടുന്നതൊക്കെ. അപ്പോൾ അത് ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനുഷ്യരാശിക്ക് ആവശ്യമാണ്. പക്ഷേ ആ നിരോധനം പിൽക്കാലത്ത് മാറ്റിയെടുത്തല്ലേ? മാറ്റിയെടുത്തു. ഇംഗ്ലണ്ടിൽ തന്നെ 1660 തന്നെ മാറ്റി. 1660 തന്നെ ഇംഗ്ലണ്ടിലാണത് മാറ്റിയത്. പക്ഷേ സ്കോട്ട്ലൻഡിൽ വീണ്ടും അത് തുടർന്നു. ശരിക്കും പറഞ്ഞാൽ സ്കോട്ട്ലൻഡിൽ ക്രിസ്മസ് ഒരു പൊതു അവധി ദിവസം, അതായത് ഗവൺമെൻറ് ഹോളിഡേ ആയിട്ട് ക്രിസ്മസ് വരുന്നത് 1957-ലാണ്. 1957 ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ കേരളത്തിലൊക്കെ എത്രയോ നാൾ മുമ്പേ തിരുവിതാംകൂർ ഗവൺമെൻറ് കാലത്തെ ക്രിസ്മസ് ഒരു അവധിയായിരുന്നു. അപ്പോൾ സ്കോട്ട്ലൻഡിൽ, ഇംഗ്ലണ്ടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്കോട്ട്ലൻഡിൽ 1957-ലാണ് ക്രിസ്മസ് ഒരു അവധി ദിവസം, ഗവൺമെൻറ് അവധി ദിവസമായിട്ട് ഡിക്ലെയർ ചെയ്തത്. അതിന് മുമ്പ് ക്രിസ്മസ് ഉണ്ടായിരുന്നു, ആഘോഷിച്ചിരുന്നു, വ്യക്തിപരമായിട്ടും മറ്റുമൊക്കെ ആഘോഷിച്ചിരുന്നു. പക്ഷേ ഒരു പൊതു അവധി ദിവസമായി പ്രഖ്യാപിക്കുന്നത് ഈ സമയത്താണ്. പക്ഷേ പ്രക്ഷോഭം ഉണ്ടായില്ലേ അന്ന് അവിടെ? തീർച്ചയായും പലയിടത്തും പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ വളരെ കടുത്ത പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്, രക്തച്ചൊരിച്ചിലുണ്ടായിട്ടുണ്ട്, വളരെ തീവ്രമായ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ പറയുന്ന ലോർഡ് പ്രൊട്ടക്ടർ, അദ്ദേഹം ഒരു തീവ്രമായ ഒരു മതഭ്രാന്തൻ എന്നുള്ള നിലയ്ക്ക് തന്നെ വരാവുന്ന അത്രമാത്രം ഒരു തീവ്രത പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അദ്ദേഹം മരിക്കുന്നത് മലേറിയ വന്നാണ് ഈ ഒളിവർ ക്രോംവെൽ മരിക്കുന്നത്. പക്ഷേ അന്ന് മലേറിയയ്ക്ക് ചികിത്സ ഉണ്ടായിരുന്നു. സിങ്കോണ ബാർക്ക് എന്നുള്ള പൊടി അന്ന് അവൈലബിൾ ആയിരുന്നു. പക്ഷെ അത് അറിയപ്പെടുന്നത് ജസ്യൂട്ട് പൗഡർ എന്നാണ്. കാരണം ജസ്യൂട്ടുകൾ, ഈ കത്തോലിക് വിഭാഗത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ജസ്യൂട്ടുകളാണ് ഈ പൊടി ഇതെടുത്ത് മരുന്ന് ഡെവലപ്പ് ചെയ്ത് ഇത് വ്യാപിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് ഉപയോഗിച്ചില്ല. കാരണം കത്തോലിക്കരുടെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് ഉപയോഗിക്കാൻ പോലും വിമുഖത കാണിച്ച ഒരു വ്യക്തിയായിരുന്നു ഒളിവർ ക്രോംവെൽ. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇതെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയാണ് ചെയ്തത്. അവസാനം ഇംഗ്ലണ്ടിൽ രാജഭരണം തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാന്തി എടുത്ത് ആ തല കുന്തത്തിൽ തറച്ച്, തലയെന്ന് പറഞ്ഞാൽ സ്കൾ, തലയോട്ടി കുന്തത്തിൽ തറച്ച് വയ്ക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊന്നും ബാൻ ചെയ്യാൻ അത് സാധ്യമല്ല. അതൊന്നും അങ്ങനെ പ്രായോഗികമല്ല. അല്ല, ഇന്നായിരുന്നുവെങ്കിൽ വലിയ വിപ്ലവം ലോകത്തെമ്പാടും നടന്നേനെ. അതെ, തീർച്ചയായും. ഇപ്പൊ കേരളത്തിലെ പോലുള്ള ഇടങ്ങളിലൊക്കെ അത് ആലോചിക്കാൻ പറ്റുന്ന ഒരു കേരളത്തിൽ വളരെ പണ്ട് മഹാരാജാക്കന്മാരുടെ കാലം മുതലേ ക്രിസ്മസ് ഉണ്ടായിരുന്നു.
കേരളത്തിൽ ക്രിസ്മസിന്റെ ഒരു ചരിത്രമുണ്ടല്ലോ. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഗൗരി ലക്ഷ്മിഭായ്, അവരുടെ സഹോദരിയായ ഗൗരി പാർവതിഭായ്, അതായത് സ്വാതി തിരുനാളിൻ്റെ അമ്മയാണ് ഗൗരി ലക്ഷ്മിഭായ്, അവരുടെ സഹോദരി. അവരുടെ കാലം മുതലേ ഈ തിരുവിതാംകൂർ സർവീസിലെ യൂറോപ്യൻ ഓഫീസേഴ്സിന് ക്രിസ്മസിന് അവധി കൊടുത്തിരുന്നു. പിന്നീട് അത് വ്യാപിച്ച് തിരുവിതാംകൂർ ഗവൺമെൻറ് അത് അവധിയായി പ്രഖ്യാപിച്ചു. അങ്ങനെ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സ്കോട്ട്ലൻഡിനേക്കാളും കൂടുതൽ കേരളത്തിലാണ് കൂടുതൽ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നതെന്ന് പറയും. പ്രത്യേകിച്ചും ഹൈറേഞ്ചിലുള്ള സ്കോട്ട്ലൻഡുകാരായിട്ടുള്ള മാനേജർമാരും അതുപോലെ എസ്റ്റേറ്റ് ഉടമകളും അവർ വളരെ ഗംഭീരമായ രീതിയിൽ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നു. അല്ല, കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ സമുദായത്തിനോട് ഒരു പ്രത്യേക പരിഗണന കാണുകയും അവരെ ഒപ്പം ചേർക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഈ ഹിന്ദുമത വിശ്വാസികൾ പോലും ഈ ക്രിസ്മസ് ആഘോഷം അങ്ങ് ഏറ്റെടുക്കുകയാണ്. തീർച്ചയായും ഏറ്റവും നല്ലൊരു ഇതാണ്. കാരണം പരസ്പരമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ അതുപോലെ സൗഹൃദത്വം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് ഏറ്റവും നല്ലൊരു അവസരം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രിസ്മസ് ആയാലും ഓണം ആയാലും റംസാൻ ആയാലും ഇങ്ങനെയുള്ള ആഘോഷങ്ങളാണ് അതിന് ഏറ്റവും നല്ലൊരു അവസരം. ഈ പല ഭാഷകളിലും നല്ല പ്രാവീണ്യം നേടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ക്രിസ്മസിന്റെ അതിനകത്തൊരു ന്യൂമറിക്കൽ അംശം കിടപ്പുണ്ടല്ലേ? ക്രിസ്മസിൽ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിള് നോക്കുമ്പോൾ നമുക്ക് ബൈബിളിൽ ക്രിസ്മസ് പ്രധാനമായിട്ട് അത് വിവരിച്ചിരിക്കുന്ന സുവിശേഷം ലൂക്കോസിൻ്റെ എല്ലാം പ്രധാനമായിട്ട് അതിൽ വളരെ വെർബലായി അത് വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല അതിൽ പലതിലും ഈ ന്യൂമറിക്കൽ ഒരു വാല്യൂ നമുക്ക് കാണാം. അപ്പോൾ അതിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് എബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകൾ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ വീണ്ടും 14, ബാബേൽ പ്രവാസം മുതൽ യേശു വരെ വീണ്ടും 14. അപ്പോൾ 14 എന്നുള്ളത് വളരെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ നമുക്കറിയാം ഓരോ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഓരോ വാക്കിനും ഒരു ന്യൂമറിക്കൽ വാല്യൂ അതിനുണ്ട്. അപ്പോൾ ഈ ദാവീദ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹീബ്രു ഭാഷയിൽ ഇംഗ്ലീഷിൽ 4 അക്ഷരമുണ്ട്, ഹീബ്രുവിൽ അത് 3 അക്ഷരമേ ഉള്ളൂ. അതായത് ദി, പിന്നെ വി, പിന്നെ വീണ്ടും ഡി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ നമ്മൾ ഹീബ്രു അറിയാലോ, സെമറ്റിക് ഭാഷകൾ വലത്തു നിന്ന് ഇടത്തേക്കാണ് വായിക്കുന്നത്. ഇത് വലത്തു നിന്ന് ഇടത്തേക്കായാലും ഇടത്തു നിന്ന് വലത്തേക്കായാലും ഇതിനുള്ള 3 അക്ഷരങ്ങളാണ് ഇതിലുള്ളത്. ഇത് ഓരോന്നിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഡി എന്നുള്ള ഹീബ്രു അതായത് എബ്രായ ഭാഷയിൽ ഡി എന്നുള്ള അക്ഷരത്തിന് 4 എന്നുള്ളതാണ് എൻ്റെ നമ്പർ. അലിഫ് ബേദ് ഗിമൽ ദാലത്ത് 4 എന്നുള്ളത് വരും. അതിന് നടുക്കുള്ളത് വി എന്നുള്ളത് വേ എന്നുള്ള അക്ഷരമാണ്, അതിന് 6 വരും. പിന്നെ വീണ്ടും ഡി ആണ്, അതിന് 4. അപ്പോൾ അതിനും ഈ 4, 6, 4 14 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇങ്ങനെ പല വാക്കുകളിലും ഇതിലൊരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അത്ര പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണില്ല. വളരെ കൂടുതലായിട്ട് ഈ ഭാഷയിലുള്ള ഒരു പരിജ്ഞാനം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അല്ല, ഇത് ഏതെങ്കിലും രാജ്യക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഒരു? തീർച്ചയായും നമ്മൾ ഹീബ്രു എബ്രായ ഭാഷ നമ്മൾ പണ്ട് ഇവിടെ പഠിച്ചിട്ടുള്ളവരാണ്. പണ്ട് ഒരുപാട് പേര് നമ്മൾ മലയാളത്തിലും കേരളത്തിലുള്ള തന്നെ വൈദിക വിദ്യാർത്ഥികൾ പലരും ഇത് പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. സെമറ്റിക് ഭാഷയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഷയാണ് എബ്രായ ഭാഷ. കൂടുതലും സുറിയാനിയിലാണ് നമ്മൾ കൂടുതലും പഠിക്കും. സുറിയാനി, അറബി, ഹീബ്രു ഇതെല്ലാം സെമറ്റിക് ഭാഷകളാണ്. ഇതെല്ലാം ഈ നമ്മൾ വലത്ത് നിന്ന് ഇങ്ങോട്ട് ഇടത്തേക്ക് എഴുതുന്ന ഭാഷകളാണ്. മലയാളത്തിലേക്ക് ഹീബ്രുവിൽ ചില വാക്കുകളും വന്നിട്ടുണ്ട്. ഈ ക്രിസ്മസ് പറയുമ്പോഴേ നമുക്ക് ക്രിസ്മസ് ട്രീയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അല്ലേ? അതിന് തന്നെ ഉണ്ടൊരു കഥ നിൽക്കുന്നുണ്ടല്ലേ? ക്രിസ്മസ് ട്രീ തുടക്കത്തിൽ അത് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ചരിത്രത്തിൽ ആദ്യകാലത്ത് അതില്ലായിരുന്നു. പക്ഷെ അതൊരു പിന്നെ കൂട്ടിച്ചേർന്ന ജർമാനിക് വിശ്വാസമാണ് ഈ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. അതൊരു പാഗൻ ബിലീഫാണ് പ്രധാനമായിട്ടും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് മാർട്ടിൻ ലൂതറാണ് ഈ ക്രിസ്മസ് ട്രീ കൂടുതലായിട്ടും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വൃക്ഷങ്ങൾ വീട്ടിനകത്ത് വയ്ക്കുകയും അതിൽ ആ വൃക്ഷങ്ങളിൽ വിളക്ക് കത്തിക്കുക, മെഴുകുതിരി കത്തിക്കുക എന്നുള്ളത് ലൂതറിൻ്റെ ആ സമയത്തുണ്ടായ ഒരു കീഴ്വഴക്കമാണ്. പിന്നീട് അത് വ്യാപിക്കൂ. നമുക്ക് ഇംഗ്ലണ്ടിൽ അറിയാം, നമുക്ക് ക്വീൻ വിക്ടോറിയ, അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു അവരുടെ ഭർത്താവ് ആൽബർട്ട് രാജകുമാരൻ ശരിക്കും ജർമ്മൻകാരനായിരുന്നു. വിക്ടോറിയയുടെ ഭർത്താവ് ശരിക്കും ഒരു ജർമ്മൻ വംശജൻ. അപ്പോൾ അദ്ദേഹമാണ് ഈ ക്രിസ്മസ് ട്രീ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ആ സമയത്തുണ്ടായിരുന്ന സ്കെച്ചുകളിലും പടങ്ങളിലൊക്കെ ഈ ക്രിസ്മസ് ട്രീ വ്യാപകമായി തുടങ്ങി. അതോടെ അത് അമേരിക്കയിലേക്ക് പടർന്നു പിടിച്ചു. ഇത് നമുക്ക് ക്രിസ്മസ് ട്രീ ഇല്ലാതെ ക്രിസ്മസ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ക്രിസ്മസ് ട്രീ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് ഇതിനു വേണ്ടി അമേരിക്കയിൽ ഇതിനു വേണ്ടിയുള്ള മരങ്ങൾ, പ്രത്യേക രീതിയിലുള്ള മരങ്ങൾ ഇതിനു വേണ്ടി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ക്രിസ്മസ് ട്രീ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഘടകമായിരിക്കും. ശരിക്കും അത് ജർമ്മൻ ട്രഡീഷൻ, ടാൻ ആൻഡ് ബൗം എന്ന് പറയും. ജർമ്മൻ ഭാഷയിൽ ടാൻ ആൻഡ് ബൗം, അതാണ് ഈ ക്രിസ്മസ് ട്രീ. അപ്പോൾ വിവിധ സംസ്കാരങ്ങൾ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ല ലക്ഷണമാണത് ശരിക്കും. അല്ല, എല്ലാ ഉത്സവങ്ങളും മാർക്കറ്റ് ചെയ്യാറുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഓണം പോലും അതിനകത്ത് മാർക്കറ്റ് ചെയ്യുന്നില്ലേ? കേരളത്തിൽ ഓണം എന്ന് പറയുന്ന നല്ലൊരു അല്ലാതുള്ള ഒരു മാർക്കറ്റിംഗ് ഫെസ്റ്റിവലായിട്ടാണ്, ഷോപ്പിംഗ് ഫെസ്റ്റിവലായിട്ടാണ്.
തീർച്ചയായും. കാരണം എല്ലാ ഉത്സവങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു കൊമേഴ്സ്യൽ വാല്യൂ. ഉത്സവങ്ങൾ നിരോധിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. കാരണം ഒരിക്കലും നമുക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിലും ദൈവവിശ്വാസം ഇല്ലെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉത്സവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു, എന്തെല്ലാം തരത്തിലുള്ള സേവനങ്ങൾ നടത്തുന്നു. അപ്പോൾ അവർക്കെല്ലാം ഇത് വളരെ ആവശ്യമാണ്. ഒരു കൊമേഴ്സ്യലായിട്ടുള്ളൊരു വാല്യൂ കൂടെ ഉത്സവങ്ങൾക്കുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.